നാടിന് നന്മ ചെയ്യുന്ന, നാടിന് ഗുണം ചെയ്യുന്ന, ജാതി നോക്കാതെ മതം. ഇതാരാണെന്ന് മനസ്സിലായോ? ഇത് കോൺഗ്രസിന്റെ പഞ്ചായത്ത് പ്രസിഡന്റാണ് വെട്ടിക്കവല അബ്ദുൾ അസീസ്. ഇദ്ദേഹം പറയുന്നത് അടുത്ത ഒരു തെരഞ്ഞെടുപ്പിൽ KB ഗണേഷ് കുമാറിനെ തന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ വളരെയധികം പുകഴ്ത്തിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ എനിക്ക് ചോദിക്കാൻ തോന്നുന്നത്, KB ഗണേഷ് കുമാർ കോൺഗ്രസ് നേതാക്കന്മാർക്ക് PR ചെയ്യാനുള്ള എന്തെങ്കിലും പുതിയ പദ്ധതികൾ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? അല്ല, പത്തനാപുരത്ത് KB ഗണേഷ് കുമാറിനെ വാഴ്ത്തിപ്പാടുന്ന ആദ്യത്തെ കോൺഗ്രസ് നേതാവ് ഇയാളല്ല, അവസാനത്തെ നേതാവ് ഇയാളായിരിക്കില്ല. അപ്പൊ നമുക്കറിയാം, പത്തനാപുരത്തെ സംബന്ധിച്ച് ഗണേഷ് കുമാർ UDF ഉണ്ടായിരുന്ന ഒരു കക്ഷിയായിരുന്നു. UDF നേതാവായിട്ടായിരുന്നു അദ്ദേഹം ആദ്യമായിട്ട് നിയമസഭയിലേക്ക് പോകുന്നതും. അങ്ങനെ ഗണേഷ് കുമാറിന് ഒരുപാട് സ്തുതിപാഠകരുള്ള ഒരു സ്ഥലമാണ് പത്തനാപുരം എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ശേഷമായിരുന്നു വലിയ രീതിയിലുള്ളൊരു മത്സരം നടക്കുന്നത്. കുറെ കാലങ്ങൾക്ക് ശേഷം ഏകദേശം 13,000 വോട്ടിനാണ് അവിടെ ജ്യോതികുമാർ ചാമക്കാലയായിരുന്നു മത്സരിക്കുന്നത്, അദ്ദേഹം തോൽക്കുന്നത്. അപ്പം ഗണേഷ് കുമാറിന് എതിരെ കോൺഗ്രസിൽ തന്നെ വലിയ രീതിയിലുള്ള വിഷയങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അവിടെയല്ല, കേരളത്തിൽ മൊത്തമായിട്ട്. കാരണം കേരളത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിനെ താഴെ ഇറക്കിയതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരാൾ ഗണേഷ് കുമാർ ആയിരുന്നു. കാരണം അദ്ദേഹം അതേപോലെ തന്നെ പാർട്ടി വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്താണ് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സരിതാ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും പല മാധ്യമങ്ങളിലും നമ്മൾ ബൈറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അത് സരിതയുടെ ബൈറ്റ് അല്ലെങ്കിൽ ബാലകൃഷ്ണനുള്ള ബൈറ്റ് ഒക്കെ എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ സരിതയുടെ മകൻ ഗണേഷ് കുമാറിന്റെ ആണ് എന്ന് പറയുന്ന അത്തരത്തിലുള്ള ഒരുപാട് വീഡിയോകളെല്ലാം നമുക്ക് സോഷ്യൽ മീഡിയയിൽ തിരഞ്ഞു കഴിഞ്ഞാൽ സരിത സമ്മതിക്കുന്നുമില്ല, എന്നാൽ ഇല്ല എന്ന് പറയുന്നുമില്ല. അത്തരത്തിലുള്ള ഒരുപാട് വീഡിയോകൾ നമുക്ക് കാണാൻ കഴിയും. ഞാൻ ചോദിക്കട്ടെ, ഈ കോൺഗ്രസിൽ നിന്ന് പോയ ഒരു വ്യക്തിയാണ് KB ഗണേഷ് കുമാർ എന്ന് പറയുന്നത്. ഇന്ന് ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ, ഇലക്ഷൻ അടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ ഇപ്പോൾ ഇദ്ദേഹമല്ല തുടക്കം എന്ന് പറയുന്നുണ്ട്, ഇദ്ദേഹമല്ല ഒടുക്കവും എന്ന് പറയുന്നുണ്ട്. KB ഗണേഷ് കുമാറിനെ എത്രത്തോളം കോൺഗ്രസ് പ്രവർത്തകർ പുകഴ്ത്തുമ്പോൾ ഇനി വീണ്ടും കോൺഗ്രസിലേക്ക് KB ഗണേഷ് കുമാർ വരാനുള്ള സാധ്യതകളുണ്ടോ? അല്ല, KB ഗണേഷ് കുമാറിനെ ഒരിക്കലും കോൺഗ്രസ് പാർട്ടി കൊണ്ടുവരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഉമ്മൻചാണ്ടിയോട് കാണിച്ചിട്ടുള്ള ക്രൂരത ഒരു കോൺഗ്രസ്സുകാരും മറക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഉമ്മൻചാണ്ടി എങ്ങനെയാണ് താഴെ ഇറങ്ങിയത്. ഉമ്മൻചാണ്ടിയുടെ അവസാന കാലത്ത് അദ്ദേഹം അനുഭവിക്കേണ്ടി വന്ന ഈ ദുരിതങ്ങളുടെ എല്ലാം കാരണക്കാരൻ ഗണേഷ് കുമാർ ആണെന്ന് കേരളത്തിലെ എല്ലാ കോൺഗ്രസ്സുകാർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. കാരണം പരസ്യമായിട്ടുള്ള രഹസ്യങ്ങളാണ് ഇതെല്ലാം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പം ഗണേഷ് കുമാറിനെ ഏറ്റവും ആക്രമിക്കുന്നത് കോൺഗ്രസ്സുകാരെയാണ്. കാരണം ഗണേഷ് കുമാറിനെ ആക്രമിക്കാനെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ പഴയ കാലത്ത് അദ്ദേഹത്തിന്റെ മുഖം വികൃതമായിട്ട്, അതായത് ആദ്യ ഭാര്യ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള ഫോട്ടോകൾ സഹിതമാണ് ആളുകൾ പലപ്പോഴും പുറത്തേക്ക് വിടുന്നത്. അപ്പം അത് മാത്രമല്ല, അദ്ദേഹം ഇന്ന് ഗതാഗത മന്ത്രിയാണ്. അപ്പം ഗതാഗത മന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് കൃത്യമായിട്ട് PR വർക്കുകൾ ചെയ്യാനും, അപ്പൊ കേരളത്തിൽ ഏറ്റവും നല്ലതാണ്, അതായത് ഏറ്റവും സ്ട്രാറ്റജിക് ആയിട്ട് PR വർക്ക് നടത്തുന്ന ഒരു നേതാവ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗണേഷ് കുമാറാണ്. തർക്കം നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇതിനു മുമ്പിട്ടാണെങ്കിൽ പോലും ഗണേഷ് കുമാറിന്റെ ഒരു പത്തനാപുരത്തുള്ളൊരു സ്ട്രാറ്റജി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും ഓൺലൈൻ മീഡിയ അദ്ദേഹത്തിന്റെ കൂടെ കാണും. അത് മാത്രമല്ല, കൃത്യമായിട്ട് ഒരു ഇടവേള കഴിയും തോറും കൃത്യമായിട്ട് ഈ ഉദ്യോഗസ്ഥരെ വിമർശിക്കുന്ന, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുന്ന രീതിയിലുള്ള ഒരുപാട് വാർത്തകൾ നമ്മൾ കണ്ടാണ്. അവസാനത്തെ വാർത്ത നമ്മൾ കണ്ടതാണ്. അന്ന് പക്ഷേ ഗണേഷ് കുമാറിന് എതിരായി പോയി അദ്ദേഹം എയറിൽ പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. ഗണേഷ് കുമാർ ഈ ഒരു അവസാനം മാത്രമല്ല എയറിൽ പോയിട്ടുള്ളത്, അദ്ദേഹത്തിന്റെ പല നീക്കങ്ങളിലും അദ്ദേഹം എയറിൽ പോകുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അല്ല, ഈ അവസാനത്തെ നീക്കം എന്ന് പറയുന്നത് മറ്റേ ബസ്സിൽ കുപ്പി വെച്ചതിന് ഡ്രൈവറെ സ്ഥലം മാറ്റുക. ഹൈക്കോടതി അപ്പോഴേ ഇടപെട്ടു, അദ്ദേഹത്തിനോട് പറഞ്ഞു കുടിവെള്ളമല്ലേ വെച്ചത്, അല്ലാതെ മദ്യക്കുപ്പി ഒന്നും അല്ലല്ലോ എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരെ കൊണ്ടെത്തിച്ചു. അപ്പം അത്തരത്തിൽ ഉദ്യോഗസ്ഥരെ അടക്കി ഭരിക്കുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ ഒരു മാടമ്യ സ്വഭാവത്തിലേക്ക് ഗണേഷ് കുമാർ പോകുന്നു എന്നുള്ള അഭിപ്രായം എപ്പോഴും കോൺഗ്രസ്സുകാർക്കും മറ്റ് പല ആളുകൾക്കുമുണ്ട്. ഈ ഒരു കോൺഗ്രസ്കാർക്ക് എന്ന് പറഞ്ഞല്ലോ, കോൺഗ്രസ്കാർക്ക് മാത്രമല്ല, ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ പോലും KSRTC അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഗതാഗത വകുപ്പിൽ ജോലി ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും ഗണേഷ് കുമാറിന്റെ ഈ ഒരു നീക്കങ്ങൾ അംഗീകരിക്കാൻ സാധിക്കാത്തത് തന്നെയാണ്. അല്ല, എന്ത് തന്നെയാണെങ്കിലും ഇപ്പം ഈ ഒരു വിഷയത്തിൽ ഇപ്പം ഒരു കോൺഗ്രസ് നേതാവാണ്. കോൺഗ്രസ് നേതാവ് എന്ന് പറയുമ്പോൾ ഒരു സാധാരണപ്പെട്ട പ്രവർത്തനോ അല്ലെങ്കിൽ ഗണേഷ് കുമാറിന്റെ അടുത്ത ആളോ എന്നൊന്നും പറയുന്നതിനൊക്കെ അപ്പുറത്തേക്ക് കോൺഗ്രസ് പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കിയിട്ടുള്ള ഒരു നേതാവാണ്. അത് സാധാരണ വാർഡ് മെമ്പർ അല്ല, പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്. ഒരു പാർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കിയ ഒരാൾ ആ പാർട്ടിയെ തള്ളിപ്പറഞ്ഞ് ആ പാർട്ടിയെ നശിപ്പിച്ച ഒരാളെ, ആ പാർട്ടിയെ ഇല്ലാതാക്കിയ ഒരാളെ, ആ പാർട്ടിയെ കേരളത്തിൽ നിന്ന് തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ച ഒരാളെ കുറിച്ച് ഇത്തരത്തിൽ പറയുമ്പോഴാണ് പ്രിയപ്പെട്ട കോൺഗ്രസ്സുകാരുണ്ടെങ്കിൽ അവര് കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള ആളുകളെ പാർട്ടിയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്ന്, അല്ലെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള വഴികൾ കാണിച്ചു കൊടുത്തത്. എന്തിനാണ് ഈ രഹസ്യ ബന്ധങ്ങൾ കൊണ്ടു നടക്കുന്നത്?
അതായത് ഗണേഷ് കുമാറിന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുന്നുണ്ട് എന്നുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് ഉപകാരസ്മരണമായിട്ട് ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്നുണ്ട് എന്നാണല്ലോ ഇവർ ആക്ഷേപിക്കുന്നത്. അപ്പൊ ഉപകാരസ്മരണങ്ങൾ കിട്ടുന്ന ആളുകളെ കൃത്യമായിട്ട് അവർക്കുള്ള വഴി അപ്പുറത്തെ പാർട്ടിയിലായിരിക്കും, അല്ലെങ്കിൽ ഗണേഷ് കുമാറിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാനായിരിക്കും. അതിനുള്ള സാഹചര്യങ്ങൾ ഇവിടുത്തെ കോൺഗ്രസ്സുകാർ ഒരുക്കി കൊടുക്കേണ്ടതാണ്. കാരണം ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകളെ ഒന്നും പാർട്ടിയിൽ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാല് ഇലക്ഷൻ അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ, അതായത് 6 മാസം കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്, അതേപോലെ തന്നെ ഇനി വരാൻ പോകുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്. അപ്പം ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള പരാമർശം നടത്തുമ്പോൾ ആ പാർട്ടിയെ തന്നെ അവിടെ പ്രതിസന്ധിയിലാക്കിയാണ്. ഇപ്പൊ നമ്മൾ ശശി തരൂരിന്റെ കാര്യം പറയുന്നു. അപ്പൊ അദ്ദേഹം BJP നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഈ അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള നിലപാടുമായിട്ട് പോകുമ്പോൾ പാർട്ടിക്ക് ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധി ഉണ്ട്, പാർട്ടി ഒരു ടൈറ്റ് ആവും. അത്തരത്തിലാണ് എനിക്ക് തോന്നുന്നു ഇപ്പൊ പത്തനാപുരം പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് സംബന്ധിച്ച് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുമ്പോൾ മുതിർന്ന നേതാക്കന്മാർ നടത്തിയാൽ മാത്രം കോൺഗ്രസ് അതെല്ലാം ഏറ്റുപിടിക്കുകയും ഇത്തരത്തിലുള്ളവർ നടത്തിയാൽ, കഴിഞ്ഞ ദിവസം ശശി തരൂരിന്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് പലരും അത് ഏറ്റുപിടിക്കുന്നതും അതിനെ എതിർത്തുകൊണ്ട് ശശി തരൂരിനെ വിമർശിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. വിശ്വപൗരൻ താഴെ ഇറങ്ങി ജനങ്ങൾക്കിടയിലേക്ക് പ്രവർത്തിക്കണം എന്നുള്ള രീതിയിലേക്ക് പല കോൺഗ്രസ് വക്താക്കളും ഫേസ്ബുക്ക് പോസ്റ്റുകൾ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. പക്ഷെ ഈ ഒരു പ്രസംഗം ഇത്രത്തോളം ജനശ്രദ്ധ പിടിച്ചു പറ്റിയിട്ട് പോലും ആരും ഇതിനെതിരെ പ്രതികരിക്കാനോ ഒരു വാക്ക് പോലും, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒറ്റ രാത്രി കൊണ്ട് സമീപനം എടുത്ത ആൾക്കാരൊക്കെ എവിടെ പോയി? രാഹുൽ മാങ്കൂട്ടത്തിനെയൊക്കെ ഒറ്റ രാത്രി കൊണ്ട് സസ്പെൻഡ് ചെയ്യുന്ന രീതിയൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ഒരു പാർട്ടിയെ നശിപ്പിച്ച ഒരാൾ, അതായത് ഉമ്മൻചാണ്ടിയെ പോലൊരു മനുഷ്യനെ തേജോവധം ചെയ്ത ഒരാളെ കുറിച്ച് പുകഴ്ത്തി പാടുന്ന, സ്വന്തം പാർട്ടിയിൽ നിന്ന് പുകഴ്ത്തി പാടുന്ന ആളെ ഇവരെന്ത് ചെയ്തു എന്നൊരു ചോദ്യം അവിടെ ബാക്കി നിൽക്കുകയാണ്. ഒന്നെങ്കിൽ അത് ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ പാർട്ടിയിൽ നിന്നൊക്കെ പുറത്താക്കണം. പാർട്ടി പ്രതിസന്ധിയിലാകാൻ പോവുകയാണ്. കോൺഗ്രസ് പാർട്ടി പത്തനാപുരത്ത് കൃത്യമായിട്ട് പ്രതിസന്ധിയിലാകാൻ പോവുകയാണ്. കാരണം ഇത് കൃത്യമായിട്ട് അതിനെ അഫക്ട് ചെയ്യും. ഈ അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അത് വെട്ടിക്കുളം പഞ്ചായത്ത് മാത്രമായിരിക്കത്തില്ല, പത്തനാപുരത്തെ മുഴുവൻ പഞ്ചായത്തുകളിലും ഇത് കൃത്യമായിട്ട് അഫക്ട് ചെയ്യുകയും അത് തിരിച്ചടിയാവാൻ സാധ്യതയുണ്ട് കോൺഗ്രസിന്. കഴിഞ്ഞ ദിവസമായിരുന്നു KB ഗണേഷ് കുമാർ പറഞ്ഞൊരു പ്രസ്താവന ഉണ്ടായിരുന്നു. ഏതൊക്കെ ബസ്സുകൾ മിന്നൽ പണിമുടക്ക് നടത്തിയാലും ഏതൊക്കെ ബസ്സുകൾ കട്ടപ്പുറത്തിരുന്നാലും KSRTC എന്തായാലും തെരുവിൽ ഇറങ്ങും അല്ലെങ്കിൽ റോഡിൽ ഇറങ്ങും എന്നുള്ളത്. പക്ഷെ അതിന് പിന്നാലെയും അദ്ദേഹം ട്രോളിന് ഇരയാകുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇത്തരത്തിൽ KSRTCയെ പോലും അദ്ദേഹം വെല്ലുവിളിച്ചിരിക്കുന്ന പല സമയത്തും അദ്ദേഹം ട്രോൾ പാത്രമാണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ട്രോൾ പാത്രമല്ല, അദ്ദേഹം കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജിസ്റ്റ് ആണ്. കൃത്യമായിട്ട് രാഷ്ട്രീയ സ്ട്രാറ്റജി എന്താണെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ് KB ഗണേഷ് കുമാർ. അപ്പൊ അദ്ദേഹത്തിന്റെ എപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ ആളുകൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പരിധി വരെയുള്ള ഒരു കാര്യങ്ങൾ കാണാം. അതായത് നിയമത്തിനെതിരായിട്ടുള്ള പക്ഷെ ആളുകൾ സപ്പോർട്ട് ചെയ്യുന്ന, ഇത്തരത്തിൽ മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്ന അങ്ങനെയുള്ള നിലപാടുകൾ ഗണേഷ് കുമാർ എടുക്കുമ്പോൾ ആളുകൾ എന്താണ്, കുറച്ച് ആളുകൾ ഗണേഷ് കുമാർ പക്ഷെ എന്ത് ഗുണമുണ്ട് എന്നുള്ളതാണ്. കാരണം അപ്പോൾ പോലും ഇതിന് മുൻപത്തെ ഇതേപോലെയുള്ള സമരങ്ങൾ, പ്രൈവറ്റ് ബസ്സുകൾ സമരം നടത്തിയ സമയത്ത് KSRTC നിരത്തിൽ ഇറങ്ങും എന്ന് പറഞ്ഞിട്ട് അതെല്ലാം തന്നെയും ഭയപ്പെട്ടുകൊണ്ട് മാറിയിരിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. അല്ല, അവിടെ സാധാരണപ്പെട്ട പ്രവർത്തകർ, അതായത് അവിടുത്തെ ഇതില് വർക്ക് ചെയ്യുന്ന ആളുകളുടെ ഒരു സമരമായിരുന്നു. ഈ ഒരു വീരവാദം മുഴക്കുമ്പോൾ KSRTC തൊഴിലാളികൾക്ക് സംരക്ഷണം ഒരുക്കുക എന്നുള്ള ഉത്തരവാദിത്വം ഈ തൊഴിലാളികൾ ഒന്നിച്ചൊരു സമരത്തിന് പോകുമ്പോൾ അതില് KSRTCയിലെ തൊഴിലാളികൾ മാത്രം സമരത്തിൽ പങ്കെടുക്കരുത് എന്ന് പറയുന്നതിനകത്ത് ഔചിത്യമൊന്നുമില്ല. അത് കൃത്യമായിട്ട് എല്ലാവർക്കും നിലപാടുള്ള ആളുകളാണ്. ഇപ്പൊ മന്ത്രിക്ക് ഒരു നിലപാടുണ്ടെങ്കിൽ അതിന്റെ അപ്പുറത്തേക്ക് നിലപാടുള്ള ആളുകളാണ് ഇവിടുത്തെ കേരളത്തിലെ തൊഴിലാളികൾ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു, KSRTCയിൽ മദ്യപിച്ച് യാത്ര ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടാണ് ട്രെയിനിൽ നിന്നും ഒരു പെൺകുട്ടിയെ മദ്യപിച്ചു വന്ന ഒരു വ്യക്തി ചവിട്ടി താഴെ ഇടുന്ന ഒരു വിഷയം. അപ്പൊ അതേസമയം തന്നെ നമ്മൾ കണ്ടിരുന്നു പത്തമ്മല് മദ്യവുമായി കയ്യിൽ കരുതിയ ഒരു വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം നമ്മുടെ കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ എന്ത് തന്നെയാണെങ്കിലും ഇപ്പം അദ്ദേഹം പറഞ്ഞ വാക്യം എന്താണെന്ന് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. അപ്പം ഈ കോൺഗ്രസ് നേതാവ് പറഞ്ഞിട്ടുള്ള വാക്യം എന്ന് പറയുന്നത്, ഫലം തരാത്ത മച്ചിമരങ്ങൾക്ക് നിങ്ങൾ ആരും വോട്ട് കൊടുക്കരുത്. അത് ചിലപ്പോ അവിടെ ഇപ്പൊ മത്സരിക്കാൻ കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നു ജ്യോതികുമാർ ചാമക്കാല തന്നെ ആയിരിക്കും. കാരണം കഴിഞ്ഞ വർഷം അദ്ദേഹം തോറ്റുവെങ്കിലും പിന്നീട് അദ്ദേഹം സജീവമായിട്ട് പത്തനാപുരത്ത് നിലനിൽക്കുന്നുണ്ട്. അപ്പം കൃത്യമായിട്ട് ജ്യോതികുമാർ ചാമക്കാലയെ തന്നെ ഉന്നം വെച്ചുകൊണ്ടായിരിക്കാം കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്ത് തന്നെയാണെങ്കിലും ഇത്തരത്തിലുള്ള ആളുകൾ സ്വന്തം പാർട്ടിയിൽ നിന്ന് സ്വന്തം പാർട്ടിയുടെ കാല് വാരുന്നതിനേക്കാളും നല്ലത് ഇവർക്കുള്ള വഴികൾ പാർട്ടി തന്നെ കാട്ടിക്കൊടുക്കുന്നതായിരിക്കും നല്ലത്.